വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ഹൈക്കിങ്ങിന് പോയാലോ? ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ദൂര സ്ഥലത്തൊന്നുമല്ല, ദുബായ് തന്നെയാണ്. അപ്പോൾ മെട്രോ ഒക്കെ പിടിച്ച് പിന്നെ അതിന് ബസ്സൊക്കെ പിടിച്ച് പോകണം. ഇപ്പോൾ ഇവിടെ ഒരു 5 മണിയൊക്കെ ആവണേ ഉള്ളൂ. ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്, വലിയൊരു തണുപ്പൊന്നുമില്ല കേട്ടോ, സൈക്കബിൾ തണുപ്പാണ്. അപ്പോൾ നമുക്ക് ഹൈക്കിംഗ് അവിടെ എത്തിയിട്ട് ഏത് ഹൈക്കിംഗ് ട്രെയിലാണെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ആരുമില്ല, കണ്ടില്ലേ? ഇനി അടുത്ത മെട്രോ 9 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആരുമില്ല, കണ്ടില്ലേ? ഫുൾ കലി. അപ്പോൾ നമുക്ക് ഹൈക്കിംഗ് ട്രെയിലിൻ്റെ അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, സീ യു. അങ്ങനെ ഫൈനലി ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മുഷിഫ് പാർക്കിലെ ഹൈക്കിംഗ് ട്രെയിലാണ്. ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. ഇതാണ് വഴി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ എമർജൻസി നമ്പറൊക്കെ തന്നിട്ടുണ്ട്, കുറേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം. കണ്ടില്ലേ, മരത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മുറിച്ച് ബിവേർ, പാമ്പും പഴുതാരൊക്കെ ഉണ്ടല്ലോ ഭഗവാനെ. ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടാണ്. അയ്യോ, ഒന്നിനെയും കാണാണ്ടിരിക്കട്ടെ. നല്ല പുഴിമണ്ണാണ് കേട്ടോ. കാല് വയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല പുഴിയുണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡ് സൈക്കിൾ കണ്ടില്ലേ പോണേ, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്. അയ്യോ, താണു പോണു. ആക്ച്വലി ഇപ്പോൾ ഇവിടെ സമയം 7:30. ഓക്കെ, നടക്കുമ്പോഴേക്കും താണു പോണു. നല്ല മണൽ, കട്ടി മണല. അപ്പോൾ നമ്മുടെ ബീച്ചിലൊക്കെ നടക്കണ പോലെയാണ്. താണു പോണു. നമ്മുടെ സൂര്യമാമനൊക്കെ അത് ഉദിച്ച് വരുന്നേ ഉള്ളൂ. ആക്ച്വലി ഞാൻ 4:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ അതാ നടന്ന് അവിടെ നിന്ന് ഞാൻ ബസ്സിലാണ് കേട്ടോ വന്നത്. ബസ്സിൽ മെട്രോയിൽ വന്നു. പിന്നെ അവിടുന്ന് റാഷിദിയെന്ന് ബസ്സിൽ മുഷിഫ് പാർക്കിൽ സ്റ്റോപ്പുണ്ട്. അവിടുന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് നടക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാറില്ലെങ്കിലും വരാൻ പറ്റും കേട്ടോ ഇങ്ങോട്ട്. കാറ് വെയിറ്റ് ചെയ്തിരിക്കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേഗം വേണമെങ്കിൽ ടാക്സി എടുത്തിട്ടും വരാം. റാഷിദിയെന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നല്ല പീസ്ഫുൾ സ്ഥലം. ഇതൊക്കെ താണുപോയി. മരക്കഷ്ണമൊക്കെ മണൽ വന്ന് മൂടി. ഇതവിടെ ഒരു ഫോട്ടോഗ്രാഫി സ്പോട്ടൊക്കെ ഉണ്ട്. നമ്മുടെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് അതാ പോന്നു. അയ്യോ, മരം വന്നുപോയി. അയ്യപ്പ,
നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമല്ലേ, മരുഭൂമീൻ്റെ ഉള്ളിലൊരു പച്ചപ്പ്. ആൾക്കാരുണ്ട് കേട്ടോ, അത്യാവശ്യം ആൾക്കാരെല്ലാം വരുന്നുണ്ട്. അധികവും സൈക്ലിങ്ങിനാണ് അധികം ആൾക്കാരും ഞാൻ കണ്ടത് ഇന്ന്. ഹൈക്കിങ്ങിന് അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ബിഗിനേഴ്സിനും പറ്റും പ്രൊഫഷണൽസിനും ഉള്ള പറ്റിയ സ്ഥലം കേട്ടോ. അടുത്ത സ്പോട്ട് ഇത് ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പുറ സൈഡ് അത് സൈക്ലിങ്ങിനുള്ളതാണ്. ഇത് ആക്ച്വലി ലാസ്റ്റ് ഇയറാണ് ഇത് തുടങ്ങിയത് പാർക്ക്. അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഹൈക്കിംഗ് താല്പര്യമുണ്ട്? താല്പര്യമുള്ളവരൊക്കെ അവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പം നമുക്ക് ആരും ഇല്ലയെന്ന് പറഞ്ഞാലും നമുക്ക് ഒറ്റയ്ക്ക് വരാവുന്നേ ഉള്ളൂ. ഓക്കെ, മെട്രോ എടുക്കുക, ബസ് എടുക്കുക, വരിക. 5:30 ഇത് ഓപ്പൺ ചെയ്യും. ഇന്ന് 7 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻട്രൻസ് ഫീ ഒന്നുമില്ല. വരാം. പിന്നെ അപ്പുറത്താണ് നമ്മുടെ മുഷിഫ് പാർക്കുള്ളത്. വരുമ്പോൾ വെള്ളം എടുക്കുക, ഫുഡ് എന്തെങ്കിലും അത്യാവശ്യം എടുക്കുക, പിന്നെ ഹൈക്കിംഗ് ഷൂസ്. ഇത്രയാണ്. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അധികവും ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വീക്കെൻഡ്സിലെ ഇടയ്ക്ക് ഇതേപോലത്തെ ഓരോ സ്ഥലമൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഹൈക്കിങ്ങിന് പോവുക, സ്വിമ്മിങ്ങിന് പോവുക, സൈക്ലിങ്ങിന് പോവുക, അങ്ങനെ പല പല ആക്ടിവിറ്റീസ്. പ്രത്യേകിച്ച് ഇത് വിൻ്ററാണല്ലോ. അപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ കൂടുതൽ സാധ്യതകളുണ്ട്. ചൂടാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചൂടത്തൊക്കെ ഇവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറ്റിയ ക്ലൈമറ്റ് കേട്ടോ. നല്ല തണുത്ത, നല്ല സൗണ്ട് പൊല്യൂഷനും ഇല്ല, ഒന്നുമില്ല. നല്ല സുഖമായിട്ട് നടക്കാം രാവിലെ. ഇത് കഴിയുമ്പോഴേക്കും ഒരു 2 കിലോയ്ക്ക് കുറഞ്ഞാൽ മതി. നോക്കാം. നമ്മുടെ ഇവിടെ ഉള്ളവരുടെ ഏറ്റവും പ്രശ്നം എന്താ, നടത്തം വളരെ കുറവാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ, ഇങ്ങോട്ടേക്ക്. ഓക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലത്തെ ആക്ടിവിറ്റീസിൽ വരിക. 1-2 പ്രാവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് കൂടും ഇതേപോലത്തെ ഒരു കാര്യം ചെയ്യാൻ, അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ സ്ഥലം കാണിച്ചു തരാം. കുറച്ച് പേര് സൈക്ലിങ്ങിന് പോകുന്നുണ്ട്, അതുണ്ടല്ലേ, പോകുന്നു സൈക്ലിങ്. നടക്കാൻ ആരെയും കാണുന്നില്ല. ഈ ഹൈക്കിംഗ് എന്ന് പറയുന്നത് നേച്ചറിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നേച്ചറുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേർന്ന് നടക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. ആക്ച്വലി നമ്മുടെ UAE ഗവൺമെൻറ് ഇതിനൊക്കെ ഭയങ്കര ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മന്ത് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഒരു ദുബായ് റൺ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഒരു സൈക്കിൾ ഇതും ഉണ്ടായിരുന്നു, സൈക്കിൾ റൈഡും ഉണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ എന്താ പറഞ്ഞാൽ അപ്പോൾ UAE ഗവൺമെൻറ് ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണ ഒരു ഗവൺമെൻറ്റാണ്. ഉണ്ടല്ലേ വെള്ളം വരുന്നു നനച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർസെക്ഷനിലെത്തി. ഇത് കണ്ടില്ലേ? ഓക്കെ. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് നോക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് 820. ഓക്കെ, ഇനി അങ്ങോട്ട് 7.3 കിലോമീറ്റേഴ്സ്. ഇത് സൈക്കിൾ ട്രാക്കാണല്ലോ. അങ്ങനെ ഹൈക്ക് ചെയ്ത് ക്ഷീണിച്ച് വരികയാണെങ്കിൽ ഇതാ അവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട്. റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്തതിന് പോകാം. പക്ഷെ ഞാൻ റെസ്റ്റൊന്നും എടുക്കുന്നില്ല. ഫ്ലൈറ്റ് കണ്ടോ, എമിറേറ്റ്സിൻ്റെ. വാ പോയി. ഓക്കേ, ആക്ച്വലി ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ. കാരണം ഞാൻ മുന്നേ പോയതൊക്കെ മൗണ്ടെയിൻ ഹൈക്കിംഗ് ആയിരുന്നു. ഇത് പ്യുവർ മണലാട്ടോ അവിടെ. അത് വേറെ എക്സ്പീരിയൻസ്, ഇത് വേറെ എക്സ്പീരിയൻസ്. മണലിങ്ങനെ ഒഴുകിത്താണും ഇങ്ങനെ പോകും. ബാക്കിലാരുമില്ല അല്ലേ? ആരുമില്ല, ഞാൻ മാത്രം. ഞാനും പ്രകൃതിയും മാത്രം. ഓഹോ, അടുത്തതാ ഒരു ഇറക്കാം. ഇറക്കമാണ് ആക്ച്വലി പ്രശ്നം. കയറ്റം എങ്ങനെയെങ്കിലും കയറാം. അയ്യ, നല്ല വൈബ് കിട്ടും, കിടിലം വൈബ്. ഏർലി മോർണിംഗ് പക്ഷികളുടെയൊക്കെ കരച്ചിലെന്ന് പറയാൻ പറ്റില്ല, പക്ഷികളുടെ സൗണ്ട് മാത്രം. ഇത് കണ്ടില്ലേ മരം. കിളികളുടെ കളകളാരവം. എവിടെയാണ് കിളികളൊക്കെ? ഇതപ്പാ 7.8 kilometers. Dubai Public Parks. Bridge. Beware
ഓ, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ പാമ്പിനെയൊക്കെ. എനിക്ക് കാണുമ്പോൾ പേടിയാവുന്നുണ്ട് ആക്ച്വലി പറ. പക്ഷെ പേടിച്ചാൽ പറ്റില്ലല്ലോ. മുന്നോട്ട് വെച്ചേക്കാൾ മുന്നോട്ട് തന്നെ. അമ്മ അയ്യോ. ആക്ച്വലി ഇത് കുറച്ച് പേടിക്കണം. ഇങ്ങോട്ടേക്ക് കുറച്ച് സ്റ്റീപ്പാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോഴും താഴെ കൂടെ പോകാം, അല്ലെങ്കിൽ താഴെ കടക്കും ചിലപ്പോൾ. അല്ലേ വേണ്ട, ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, താഴെ എത്തിയിട്ട് കാണാം. എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത് കുറച്ച് ഇത് വേണം. ഞാൻ ഇരുന്നൊക്കെ ഇറങ്ങിയത്. കുത്തനെ ഒരു ഇതാ. രസമല്ലേ അതൊക്കെ? ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇങ്ങനെ പോകാം. അപ്പം അതാനി അടുത്ത സ്ലോപ്പ്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ വെറും മരുഭൂമി, ഒരു പുല്ലും പോലും മുളയ്ക്കാത്ത ഈ നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങളല്ലേ. ഇതുപോലത്തെ ഒക്കെ ഒരു ഹൈക്കിംഗ് ട്രെയില് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യല്ലേ. നമ്മുടെ നാട്ടിലെ എന്തോരോ സാധനം. ബട്ട് യോഗമില്ല. നമുക്കിവിടെ വന്നിട്ട് ഹൈക്ക് ചെയ്യാനാണ് യോഗം. ഒരു പ്രാവ് അതാ പറന്നുപോയി. പോയി. ആക്ച്വലി ഈ സമയത്തൊക്കെ വന്നാൽ മതി, വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. വെയിലും കുറവാണ്. അപ്പോൾ സുഖമായിട്ട് നടക്കാം ഇത് കൂടെ. ഇനിയും ഒരു ചെറിയൊരു കയറ്റം. ഇനി അങ്ങോട്ടേക്ക് 6.74 കിലോമീറ്റർ. ഓക്കെ, അപ്പം നമുക്ക് പോകാം, യാത്ര തുടരാം. പ്രാവുകൾ. അതാ അടുത്ത ഒരു ബെഞ്ച്, അന്നിരുന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോകാം. കയറ്റം, വീണ്ടും കയറ്റം. ആക്ച്വലി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഈ നടക്കുന്നതിൻ്റെ ഒരു ത്രില്ല്
മനസ്സിലാവില്ല. ആക്ച്വലി ഇത് വന്ന് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. വീഡിയോ കാണുമ്പോൾ എന്താവോ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിവിടെ വന്ന് ഇത് കൂടെയൊക്കെ നടന്ന്, അതും ഈ മരുഭൂമിയിലെ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ നടക്കണത്, അത് വേറൊരു എക്സ്പീരിയൻസാണ്. അയ്യോ, എൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ മണൽ കയറി. അപ്പോൾ ഞാൻ പറയണത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കാണുമ്പോൾ അത്ര വലിയ രസമൊന്നും തോന്നില്ല. ഇവിടെ വന്ന് ഇത് കൂടെയൊക്കെ നടന്ന് ഇതൊക്കെ കണ്ട് ഇവിടുത്തെ പക്ഷികളൊക്കെ കണ്ട് ഭയങ്കര വൈബാണ്. ഇവിടെ സ്റ്റീപ്പായിട്ടൊരു ഇറക്കുന്നുണ്ട്, അവിടെ ഒരു സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാം. കണ്ടില്ലേ ഇവിടെ വെള്ളക്കാരൊക്കെ കണ്ടില്ലേ, രാവിലെ ഭയങ്കര എനർജിയൊക്കെ ആയിട്ട് ഓട്ടവും സൈക്ലിങ്ങും ആകെ ബഹളം. നമ്മൾ ഇന്ത്യക്കാരാന്ന് തോന്നില്ലേ, കുറച്ച് മടിയന്മാർ കാര്യത്തിലൊക്കെ. ഒക്കെ രാവിലെ 4 മണി 5 മണിയാണ്. വയ്യ, പിന്നെ എണീക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ആ ആറ്റിറ്റ്യൂഡല്ലേ നമുക്കൊക്കെ. അയ്യോ, പിന്നെയും മണൽ കയറി. അയ്യോ, അടുത്തത് കയറാനുണ്ടല്ലോ. അയാളുടെ പൊടി പോലും കാണാനില്ല. എവിടെ പോയോ? നല്ല മണലാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഷൂവിൽ ഒരു ലോഡ് മണലുണ്ടാവും. നെക്സ്റ്റ് ബ്രിഡ്ജ്. ഇത് അതുപോലത്തെ ആവാതിരിക്കണേ. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുത്തനുള്ള കയറ്റം. .73 kilometer. ഇവിടെ ഒരു ഫോട്ടോനുള്ള സ്ഥലമുണ്ട്. ഇത് കൂടെ കയറാൻ. ബ്രിഡ്ജ്. ഒരു സ്റ്റീപ്പ് സ്ലോപ്പാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഇറങ്ങിയതാ. മുകളിലെത്തുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ ക്യാമറ ഇതും കൂടി പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത നടത്തം വീണ്ടും തുടരാം. ആക്ച്വലി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലത്തെ ഹൈക്കൊക്കെ ചെയ്യണം.
ആക്ച്വലി എൻ്റെ അനുഭവമാണ്, ഭയങ്കര റിഫ്രഷ് ആവും മൈൻഡ് ഇതുപോലത്തെ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് വന്നാൽ. പ്രത്യേകിച്ച് ഹൈക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റുന്ന വലിയ ഹൈക്കറൊന്നും അല്ല ഞാൻ, ചെറിയ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ അത്ര വല്ല ഹൈക്കറൊന്നുമല്ല, പക്ഷെ എനിക്കിതുപോലത്തെ നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എത്ര വേണമെങ്കിൽ ഞാൻ നടക്കും. അപ്പോൾ ഇതുപോലത്തെ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, മൈൻഡും എല്ലാം ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ് ആവും. എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് ജോലിക്ക് പോയി നോക്കൂ, എക്സ്ട്രാ എനർജി ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ട്രൈ ഇറ്റ് വൺസ്. സൈക്ലിങ്ങിന് കുറേ പേര് വരുന്നുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഗോറാസ്. മറ്റേ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് വിൻ്ററൊക്കെ അല്ലേ, അപ്പോൾ പറ്റിയൊരു സ്ഥലമാണ് സൈക്ലിങ്ങിനൊക്കെ. കാടിൻ്റെ മണം. ഹൈക്കിങ് ആരെയും കാണാനില്ല. ഞാൻ ബാക്കിൽ ആർക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കാണാനില്ല അവരെ. വനത്തിൻ്റെ ഉള്ളിൽ കൂടി നടക്കും. ഘോരവനം, ഇവിടുത്തെ അപേക്ഷിച്ച് ഘോരവനം കേട്ടോ. നമ്മുടെ ഇന്ത്യയിലൊക്കെ എത്ര സ്ഥലമുണ്ട് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കണേ അല്ലേ? നമുക്കൊരു വയസ്സിന് വേണ്ടി ഒരു ഇന്ത്യ ഫുള്ള് കണ്ടു തീർക്കണമെങ്കിൽ അത്രയ്ക്ക് ഉണ്ടല്ലോ. എല്ലാ ക്ലൈമറ്റും, എല്ലാ പ്രകൃതിയും, ഡെസേർട്ടും ഫോറസ്റ്റും, അങ്ങനെ അങ്ങനെ പലവിധം. ആക്ച്വലി നടന്ന് എൻ്റെ ഷൂവിന് നല്ല വെയിറ്റ് കയറിയിട്ടുണ്ട്, മണൽ കയറിയിട്ട്, നല്ല മണൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും അടുത്ത സ്പോട്ടിലിരിക്കാൻ കണ്ട അതൊന്ന് ഷൂസൊക്കെ ഒന്ന് എടുത്തിട്ട്, ഷൂസിൻ്റെ വെയിറ്റ് കൂടി ഇപ്പം മണൽ കയറിയിട്ട് നിറച്ച് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഓരോ മിനിറ്റിൽ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഫ്ലൈറ്റിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും മാത്രം. അങ്ങനെ ഫൈനലി ഗൈസ് ഒരു ബെഞ്ച് കിട്ടി. ഇനി ഷൂസൊക്കെ എൻ്റെ അമ്മ, ഓ ദൈവമേ, ഞാൻ ഇത്രയും കിൻഡൽ മണലാണ് വലിച്ചുകൊണ്ട് കിടന്ന്. ഭഗവാനെ, ഇന്ന് കുറച്ച് വെയിറ്റ് കുറയായിരിക്കും. Oh my God. Okay. കുറച്ച് വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ ഗൈസ്, അടുത്ത യാത്ര വീണ്ടും തുടങ്ങാം. കുറച്ച് വെയിലൊക്കെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത നടത്താൻ തുടങ്ങാം. വെയിറ്റ് നല്ല കുറഞ്ഞിട്ടോ, നടക്കാൻ സുഖമുണ്ട്. മറ്റൊരു കിൻഡൽ മണലുമായിട്ടായിരുന്നു ഞാൻ എത്രയും നേരം നടന്നത്. അതിൻ്റെ വെയിറ്റ് കാരണം ഇപ്പോൾ സ്പീഡിലടക്കാം.
അടുത്ത ഒരു ബ്രിഡ്ജ്. ഞാൻ ബ്രിഡ്ജ് കയറുന്നില്ല, ഇത് കൂടെ പോകാം. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ വെയിറ്റ് പറഞ്ഞപ്പോഴേ നല്ല സുഖമുണ്ട് നടക്കാൻ. എന്നുവെച്ചാൽ മണൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹൈറ്റുള്ള എന്ന് വെച്ചാൽ ഇവിടുന്ന് കയറിയിരിക്കുന്ന ഷൂസായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ മണലെല്ലാം ഷൂസിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ മണലും വലിച്ചുകൊണ്ട് നടക്കണം നമ്മൾ. ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി, ചെറിയ ചൂടും ഉണ്ട് കേട്ടോ. ചെറിയ ചൂട്, ഇളം ചൂട്. നമ്മൾ വെയിലൊക്കെ കൊണ്ട് നടക്കണമല്ലോ. നമ്മളിവിടെ ഈ വെയിലുള്ളവർക്കൊക്കെ ഡെഫിഷ്യൻസി അല്ലേ വെയിലിൻ്റെ. ആരും വെയിൽ കൊള്ളുന്നില്ലല്ലോ, ഫുൾ ടൈം AC-ൻ്റെ അകത്ത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ വന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് പോവുക. അടുത്തത് ഒരു ചിറ. അങ്ങനെ ഫൈനലി ഗൈസ് മിഷൻ അക്കംപ്ലിഷ്ഡ് കഴിഞ്ഞു ഇന്നത്തെ ഹൈക്കിംഗ്. അപ്പോൾ ഇനി റിട്ടേൺ ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇനി തിരിച്ച് റിട്ടേൺ ഇത്രയും നടക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ മുഷ്രിഫ് പാർക്ക് ഹൈക്കിംഗ് ട്രെയിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. എല്ലാവരും വന്ന് നോക്കുക, ഒന്ന് ഹൈക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ തിരിച്ച് റിട്ടേൺ പോട്ടെ, അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, സി യു. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഹൈക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി. ആക്ച്വലി ഞാൻ പോയത് അതുകൂടെയായിരുന്നു. കറങ്ങിത്തിരിഞ്ഞതാ ഈ വഴിയിലെത്തി. ഓക്കെ, കുറച്ച് ഷോർട്ട് കട്ടൊക്കെ അത് കൂടെ ഇവിടെ കൂടെ എനിക്കൊന്ന് അങ്ങനെ എത്തിയതാന്ന് തോന്നിയത്. എന്തായാലും ഫൈനലി എൻ്റെ അമ്മോ, കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റാമിന വേണം കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ വെള്ളം ധാരാളം കരുതുക. ഫുഡ് എന്ന് വെച്ചാൽ ഹെവി ആയിട്ടല്ല, ചെറിയ വല്ലതും. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ ഇരിക്കാം തണലത്ത്. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. അതുവരെ ഇവിടെ ഉണ്ടല്ലേ സൈക്കിളൊക്കെ എടുത്തിട്ട് പോകുന്നേ. നമ്മളിതാ പോയത് ഇത് കൂടിയാണ്. ഓക്കെ,
അപ്പം ശരി, സഞ്ചാരി അമ്മയുടെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ഇവിടെയാണ് കേട്ടോ സൈക്ലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കണം, പേരും മൊബൈൽ നമ്പറും ഒക്കെ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് കുറച്ച് വെള്ളം മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു ഫ്രീ ഐസ്ക്രീം കിട്ടി. ബട്ടർ സ്കോച്ചിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്തു കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഴിക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് സൈക്കിളും കിട്ടും കേട്ടോ. സൈക്ലിങ്ങിന് പോകുമ്പോൾ ഇവിടെ നിന്ന് റെൻറ്റലിന് എടുത്തിട്ട് പോകാം. എല്ലാ ഇതും കിട്ടും കേട്ടോ, എല്ലാ ഗിയേഴ്സും എല്ലാം കിട്ടും ഇവിടുന്ന്.